ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക്ക് ചീരയും ചെറുപയറും കൂടിയിട്ടുള്ളൊരു തോരനാണ്. ഞാനിവിടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പാലക്ക് ചീര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാലക്ക് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. പാലക്ക് ചീരയും അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാളയുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചീനച്ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് ചൂടായിട്ട് പച്ചമുളകും വെളുത്തുള്ളിയായി ചതച്ചാണ്. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താം. വെളുത്തുള്ളി ഒരു 4 ഉണ്ട്. വലിയ വെളുത്തുള്ളി ഒരു 4 ചതച്ച് വെച്ചിട്ടുണ്ട്. പാലക്ക് ചീര നല്ലതാണ്. പാലക്ക് ചീരയുടെ കൂടെ നമുക്ക് മുട്ടയിട്ടിട്ടും ചീര തോരനുണ്ടാക്കാം. പക്ഷെ അത് ആയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ട് മണ്ണൊക്കെ കഴുകിയെടുത്തിട്ട് നമ്മൾ വേറെ ചീരമാതിരി തണ്ടുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് ഇലയായിട്ട് അങ്ങനെ വരും. അതിൽ തണ്ടൊന്നും ഉണ്ടാവില്ല. വെറും വലിയ വലിയ ഇലയായിരിക്കും. ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് വേഗം വഴന്ന് കിട്ടും. നമുക്ക് ചീര ഇടാം. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ഒരു പച്ചമണം വെളുത്തുള്ളിയുടെ ഇടയ്ക്ക് ഒന്ന് മാറുന്നവരൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നമുക്ക് ഇത് നല്ലോണം ആവണ്ട. നന്നായിട്ടൊന്ന് വഴറ്റി നല്ല പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാലക്ക് ചീര അത് അരിഞ്ഞ് വെച്ചത് ഞാൻ ഇടുന്നുണ്ട്. ഇത് ഒന്ന് ചുങ്ങിയ ശേഷം നമുക്ക് ഉപ്പിടാം. ചെറുപയറിൽ കുറച്ച് ചെറുപയറിന് വേണ്ട ഉപ്പിട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടത് ഇതൊന്ന് ചുങ്ങിയ ശേഷം ഇടാം. അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അധികമായി പോകും. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കർക്കിടക മാസമൊക്കെ എല്ലാ ഇലകളും മുരിങ്ങൊഴിച്ച് എല്ലാ ഇലകളും കഴിക്കാം. ഇപ്പോൾ ഒന്നും അത് കിട്ടാറില്ല. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ എന്ത് വെക്കുകയാണെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകും. നല്ലതാണ് മഞ്ഞൾപ്പൊടി. മതി. ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒന്ന് അടച്ച് വെക്കുമ്പോൾ ഒന്നും വേവും. ഇന്ന് കുറേ നേരം വേകേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം വെന്ത് കിട്ടും. രണ്ടിൽ ചുങ്ങിപ്പോയി. ഒന്ന് അടച്ച് വെക്കാം. നന്നായി ചുങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് ഒരു 1/4 സ്പൂണ് കുറച്ച് ഉപ്പ്. നമുക്ക് അളവ് അറിയാലോ. ചീരക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി. ചെറുപയറിന് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീരയിൽ തനിയെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് പൊരിഞ്ഞ ശേഷം മുട്ടയിട്ടിട്ട് വെക്കാം. ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. എന്നിട്ട് ചെറുപയറിടാം. നന്നായി അടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായിട്ട് വന്നു. ചെറുപയറിട്ട് കൊടുക്കാം. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി ഉടഞ്ഞു. നല്ല ചെറുപയറായതുകൊണ്ട് വേഗം ഉടഞ്ഞു
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചീര നന്നായി കഴുകിയിട്ട് വേണം. മണ്ണുണ്ടാകും, ഒച്ചുണ്ടാകും, മഴയത്ത് കമ്പിളിപ്പുഴുവോ ചിരട്ടയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായി നോക്കിയിട്ട് വേണം നമ്മൾ ചീര ഉപയോഗിക്കാൻ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വീഴുന്നവർ വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റിയാൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയും കഴിക്കാം. നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഞാൻ മുളക് പൊടിയല്ല ഇട്ടിരിക്കുന്നത്, പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടിയെക്കാട്ടിലും നല്ലത് പച്ചമുളകല്ലേ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് വറ്റണം. കുറച്ചും കൂടെ വെള്ളമുണ്ട്. വെള്ളം വറ്റിയ ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. ഇത് കറിയായിട്ട് ഉപയോഗിക്കാം, പൊരിയലായിട്ട് ഉപയോഗിക്കുക, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുക. അതങ്ങനെ വെച്ചാൽ ഒഴിച്ച് കഴിക്കുക. ചപ്പാത്തിക്കോ ഇത് കഴിക്കാം. ചീരയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ആഞ്ഞെടുക്കാൻ. മഴയൊക്കെ ആയതുകൊണ്ട് പല പൂച്ചകളും ഉണ്ടാവും. വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്. ചീരയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ വെള്ളമൊക്കെ അങ്ങനെ വറ്റി കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ചീര റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. റെഡി ആയിട്ട് തേങ്ങയൊക്കെ ഇട്ടു. ഇന്നത്തെ ചീരക്കറി ചീര കടഞ്ഞതുമല്ല, ഇങ്ങനെ ലൂസായി വന്നിട്ടുണ്ട്. ചീര തോരനും എന്ന് പറയാ, ചീരക്കറി എന്നും പറയാ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ലൂസാക്കിയ ചീരക്കറിയായി, ഇത്തിരി പൊരിഞ്ഞു വന്ന ചീരത്തോരനായി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യമായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.